ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴേ ആദ്യത്തെ ടിപ്പ് അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. തണുപ്പായതുകൊണ്ടാണ് അങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അത് വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നീട് അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉലുവയും പിന്നെ കടുകുമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. മത്തി ഇങ്ങനെ വറുക്കുമ്പോൾ ഇതുപോലെ 1/4 ടീസ്പൂണിൽ താഴെ ഈ കടുകും ഉലുവയുടെ ഒന്ന് പൊടിച്ച് ചേർത്ത് ഒന്ന് മിക്സ്, നമ്മൾ ആ മസാല പറ്റുന്ന കൂട്ടത്തിൽ പൊടിച്ച് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. മസാല എല്ലാം മത്തിയിൽ നന്നായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം. മാറ്റി വെച്ച് ആ മസാലയൊക്കെ പിടിച്ചിട്ട് പിന്നീടാണ് ഫ്രൈ ചെയ്യുന്നത്. ആ ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഇതിലായിട്ട് പേസ്റ്റായിട്ടൊന്നും തേച്ച് കൊടുക്കുന്നില്ല. അടുത്തത് ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോയിൽ മേളിൽ വരും കേരയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നീട് ചേർക്കുന്ന ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. അതേപോലെ നമുക്ക് എന്തെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ വീതം ചതച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ സമയത്ത് ചേർക്കുന്നില്ല. അതുകൂടെ ചേർത്താൽ നല്ലതായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉലുവാപ്പൊടിയും അതേപോലെ കായപ്പൊടിയും ഒക്കെ ചേർക്കാവുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു കടായി വെച്ചു. അതിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയും ചൂടായി വരുമ്പോൾ നമ്മൾ മസാലയൊക്കെ പറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുത്ത ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് മാത്രമേ നമ്മളത് തിരിച്ചിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ഇത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിരിക്കണം. അപ്പോഴേ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ സൈഡും നന്നായിട്ട് അത് കുക്ക് ചെയ്ത് വരണം. അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ മീൻ നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കത് വാങ്ങാവുന്നതാണ്. അന്നേരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അത് ഒത്തിരി ഓവർ കുക്കായി പോയി അങ്ങ് നല്ല ഡ്രൈ ആയിട്ട് അങ്ങ് പോകരുത്. അതിന് മുമ്പ് നമ്മൾ അത് വാങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ നല്ല ബ്രൗൺ കളറിലോട്ട് വന്ന് നല്ലതായിട്ട് കുക്ക് ചെയ്ത് വന്നപ്പോൾ അത് വാങ്ങുന്നുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ പിന്നീട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണയിൽ ഒത്തിരി അങ്ങ് പൊടി വകകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയിട്ട് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണിൽ താഴെ കടുകും അതുപോലെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വെളുത്തുള്ളിയുണ്ട്, കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, അതുകൂടെ ഇട്ട് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞാണ്. അതുപോലെ ഇഞ്ചി ആണെങ്കിലും 1 ഇഞ്ചിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്.
കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് പൊടിവകകളാണ്. അപ്പോൾ ഒരു 3 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 3 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അന്നേരം ആ സമയത്ത് ഞാൻ പൊടിവക ചേർത്ത സമയത്ത് ഗ്യാസ് ഓഫാക്കിയിരുന്നു. അത് കഴിഞ്ഞ് അത് ഇട്ട് കൊടുത്ത് ഒന്ന് ചിക്കി കഴിഞ്ഞിട്ടാണ് അത് ഗ്യാസ് ഓണാക്കുന്നത്. ഈ പൊടിവക ഇടുന്ന സമയത്ത് ആ പൊടിവകകൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വഴറ്റുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല, മുളക് പൊടിക്ക് നല്ല എരിവ് കാരണമാണ് ഞാൻ പിന്നെ ചേർക്കാഞ്ഞത്. അങ്ങനെ ആ പൊടിവകൾ ആ വഴട്ട് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ വിനീഗർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 3/4 കപ്പോളം വിനീഗർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ സമയത്ത് തന്നെ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. വിനീഗർ ആഡ് ചെയ്യുന്ന സമയത്ത് കൂടെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. വിനീഗറിൻ്റെ പുളി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് അത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആ സമയത്തല്ല ചേർത്ത് കൊടുക്കുന്നത്. മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുന്നു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 3/4 കപ്പോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. ആ സമയത്ത് തന്നെ ഒരു ടീസ്പൂണ് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വിനീഗറും ഒക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞ്, അപ്പോൾ ആ സമയത്ത് ഗ്യാസ് സിമ്മയിലാണ്. അതൊന്ന് നന്നായിട്ടതൊന്ന് ചൂടായി വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ഒരു വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിലൊരു മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാറായിരുന്നു. അടുത്ത 3ാമത്തെ ടിപ്പ്, ഒരു കുപ്പിയുടെ ബേസും ടോപ്പും ഒക്കെ വെട്ടി മാറ്റിയിട്ട് ആ നടുഭാഗത്തുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ എന്തോ ചെയ്യാനായിട്ട് എടുത്തതിൻ്റെ ബാക്കി വന്ന് കളയാതെ വെച്ചിരുന്നത് അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അതൊന്ന് കുറുകെ ഒന്ന് വെട്ടിയിട്ട് നൂത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു സ്ക്വയർ പീസ് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പറയുന്നത് ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം വെട്ടിയെടുക്കേണ്ട, ആ ചുളുക്കൊന്നും ഇല്ലാത്ത ഭാഗം വെട്ടിയെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്വയർ പീസ് വെട്ടിയെടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ മസാലയൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ മീനച്ചാർ കഴിഞ്ഞിട്ട് അത് ആണെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നു, ചൂടാറി കഴിഞ്ഞ് മാറ്റി കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് അതിൽ ആ പാനിലാണ് നന്നായിട്ടുള്ള മസാല ഇരിപ്പുണ്ട്, ഓയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അല്ലെങ്കിൽ സാധാരണ സ്പൂൺ കൊണ്ടൊന്നും അത് വടിച്ചാൽ അത് പോകത്തില്ല. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അച്ചാറിലോട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കളയാം. അപ്പോൾ അങ്ങനെ കളയേണ്ട സമയത്താണെങ്കിലും അച്ചാറിലോട്ട് ആ മസാല വടിച്ചെടുക്കാനാണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ്. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ ഇതേപോലെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അന്നേരം നമ്മൾ പ്ലാസ്റ്റിക് ഇത് ഉപയോഗിക്കുമ്പോൾ ആ എടുക്കുന്ന പാത്രത്തിന് അധികം ചൂടൊന്നും ഉണ്ടാകരുത്. തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതേപോലെ ആ മസാല വടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്പാച്ചില ഉപയോഗിക്കുമല്ലോ, ആ സ്പാച്ചില എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സ്പാച്ചില ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അത് സ്പാച്ചില എല്ലായിടത്തെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കുപ്പിയുടെ വെട്ടിയിട്ട് ഇതേപോലെ ആ എണ്ണമയം കളയാനാണെങ്കിലും അത് എടുക്കാനാണെങ്കിലും ഇതേപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. ആ മസാല നന്നായിട്ട് മാറ്റി കിട്ടും. ആ ഓയിൽ മാറ്റാനാണെങ്കിലും നന്നായിട്ട് അത് നല്ല ക്ലീനായിട്ട് തന്നെ അത് നമുക്ക് ഈ കുപ്പിയുടെ ആ പ്ലാസ്റ്റിക് ഇതുകൊണ്ട് നമുക്ക് വടിച്ച് മാറ്റാൻ പറ്റും. അടുത്ത 4ാമത്തെ ടിപ്പ്, ഞാനൊരു സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. സ്ക്രബ്ബർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം പോകാനായിട്ട് ഇതുപോലെ നമ്മൾ കുപ്പിയുടെ ഇതുപോലെ വെട്ടിയെടുത്ത പാർട്ടിലോട്ട് നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ആ വെട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആ സ്ക്രബ്ബറാണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ ആ കുപ്പിയിലോട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. ആ വെള്ളമൊക്കെ ഊർന്നു പോകാനായിട്ട് വെക്കാറുണ്ട്. പക്ഷേ ഈ തണുപ്പൊക്കെ വരുന്ന സമയത്ത് മഴക്കാലത്തൊക്കെ അത് നമ്മൾ വെച്ച് ആ വെള്ളം ഊർന്നൊക്കെ പോയാലും നമ്മൾ പെട്ടെന്ന് എപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകാനെടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണേലും അതേപോലെ രാത്രിയിൽ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഉള്ള സമയത്താണേലും നമ്മൾ എല്ലാം കഴുകി നീറ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പോകുമല്ലോ. പിന്നെ പിറ്റേ ദിവസത്തേന് എല്ലാം നല്ല കിച്ചണൊക്കെ നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ആ സമയത്താണെങ്കിലും ഒരു 1/4 ടീസ്പൂണിൽ താഴെ
ഉപ്പ് പൊടിയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്ന് ഇട്ട് വെച്ചിരുന്നാൽ അതിൽ ഈച്ചയോ പിന്നെ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് കുറേ ശല്യക്കാരായ പാറ്റയും വരും, എലിയും പല്ലിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ വന്ന് നമ്മുടെ ഈ സ്ക്രബ്ബറിലൊക്കെ കയറാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അതേപോലെ അതിന് സ്മെല്ലെടുക്കുന്നതൊക്കെ ഒഴിവാക്കാനും നല്ലൊരു മാർഗ്ഗമാണ്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പൊന്നും ഇട്ട് കൊടുത്താൽ ആ സ്മെല്ലുണ്ടാകത്തില്ല. അതേപോലെ രാത്രിയിലാണെങ്കിൽ പിന്നെ പാറ്റയും പല്ലിയും ഈച്ചയും പിന്നെ എലികളും ഒന്നും വരത്തില്ല. ശകലം ഒരു പിഞ്ചോളം ഒരു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ്. ഈ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓളെന്ന ബെല്ലൈക്കനോട് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.